മയിലും കൂടി കാല് ചവിട്ടി നിൽക്കാൻ ഈ ഇന്ദുവിന് പറ്റില്ല. ആദ്യം കുറെ നാൾ ഒരുത്തനെ പ്രേമിക്കുക, പിന്നെ വീട്ടുകാർ കാണിച്ചിരുന്ന വേറൊരാളെ കെട്ടുക. അയ്യേ, എന്തൊരു ബോറിന് ഏർപ്പാടത്. എനിക്ക് പറ്റില്ല. ഒരാളെ പ്രേമിച്ചെന്ന് കരുതി ഞാൻ എന്റെ മാന്യതൊന്നും വിട്ടിട്ടില്ല. V is equal to mr into g by b, where r is constant. The value of it depends upon the properties of gas and the temperature scale. അതിന്റെ derivation V is equal to mr into g. ഇപ്പൊ പ്രേമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ക്ലാസ് റൂമാണ്. SMS പ്രണയം ഒരു ഫാഷൻ അല്ല, പാഷനായി പോയില്ലേ? സെൽഫോൺ ഇല്ലാത്ത ഒരു റൊമാൻറ്റിക് ഹീറോയെ പറ്റി ഇപ്പൊ ചിന്തിക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, പിന്നെ അത് ഇന്റർനെറ്റ് വരുമ്പോഴാണ് പെണ്ണിന് വെപ്രാളം. ഈ ഗോഷ്ടിയൊക്കെ ക്ലാസ് റൂമിലാണെന്ന് ഓർക്കണം. ഇപ്പൊ താഴെ പോകുന്നു പറഞ്ഞ ലോവേസ് ജീൻസ് ഇട്ട മെട്രോ സെക്സ് മണ്ണുണ്ണികൾ വേറെയും. ഈ വൃത്തികേടിന് ഒന്നും പോകാതെ ബാക്ക് ബെഞ്ചിൽ ഒതുങ്ങിയിരുന്ന എനിക്ക് തന്നെ ഈ വിധി വന്നല്ലോ ഈശ്വര. V is equal to mr. ഇന്ദു, സ്വപ്നം കാണാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. ഇന്ദു വിളിച്ചു. എന്നിട്ട് നോ റെസ്പോൺസ്. മെസ്സേജ് ചെയ്തോ? മെസ്സേജും ചെയ്തു. ഞാൻ റെസ്പോൺസ്? നോ റെസ്പോൺസ്. എന്നാ എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു നോക്ക്. അതൊന്നും വേണ്ട. അവന് മാത്രല്ല എനിക്കുണ്ട് വാശി. എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. നിനക്കറിയാമോ, അവനൊരു കഞ്ഞിയാ. അതെ, അവനൊരു കഞ്ഞിയാ. ഞാനത് പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞൊരു മനസ്സും ഊശാന്താടിയും പൊട്ട കണ്ണടിയും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്നേ പറഞ്ഞത് ആ കോന്തം നിനക്ക് ചേരില്ലാന്ന്. അപ്പോഴേക്കും അവന്റെ പ്രസംഗം കേട്ടങ്ങ് മയങ്ങി വീണു. എന്തൊക്കെയാ നീ അവനെ പറ്റി പറഞ്ഞത്? പാവപ്പെട്ടവനാണ്, ശുദ്ധഹൃദയനാണ്. ആ അനുഭവിച്ചോ നീ? നാട് നന്നാക്കാൻ നടക്കുന്നു. ഇവനൊന്നും നാണമില്ലേ? പാവപ്പെട്ടവരുടെ രക്ഷകൻ, പണക്കാരുടെ അന്തകൻ, ഇഡിയറ്റ്. വലിയ ചെഗുവേരയാണ് പോലും, ചെഗുവേര. വായിൽ വെള്ളിക്കരണ്ടിയുമായ ഒരു പെറ്റി ബൂർഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല. അവക്ക് തോന്നുമ്പോൾ പ്രേമിക്കാനും തോന്നുമ്പോൾ കല്യാണം കഴിക്കാനും. ഇതെന്താ, അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ ബന്ധം? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ചൊരു യുവ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം? വാഴയിലല്ല, ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വാഴയില. ഇതുപോലൊരു പരമകന്യയെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെപ്പോലുള്ള കുട്ടിസഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം. കോപ്പിൽ ഉണക്ക വാഴയിലെ ചുമ്മാതല്ല താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത്. അധസ്ഥിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢി. ജീവിത സന്ധാരണത്തിനായി പടപൊരുതുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിൽ അംഗമാണ് ഞാൻ. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ 2 കെട്ടിയതാ, ഒരു സ്റ്റെപ്പിന് വേറെയും. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചേ. നാണം കെട്ട മുതലാളിത്ത സംസ്കാരത്തിന്റെ ചീഞ്ഞുനാറി വിത്താണ് താൻ. അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു. എന്തേ? എനിക്കൊന്ന് കക്കൂസേ പോണം. നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നാശം, ഇതെപ്പോ നിറയാനാ? അവൾക്കും അവളുടെ ഫെല്ലോ സ്വർണ്ണക്കരണ്ടികൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, കുടിക്കാൻ കൊക്കക്കോള. ഞാനോ 1/2 ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു. അതും തീർന്ന? ഓ, കുറെ നേരം ആയല്ലോ. ഒന്നിറങ്ങടോ വാഴയിലെ. ഇപ്പൊ വാഴയില വേണ്ട ഗതികേടില്ല. വെള്ളമില്ല സഹോദരേ. എനിക്ക് നിന്റെ അറിവുള്ളതാ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങടോ. അയ്യേ, ആ വെള്ളം ഇറങ്ങുന്നതാ, അല്ലെങ്കിൽ ആകെ നാറ്റക്കേസാവും. തീർന്നോ? ഓ, താങ്ക് യു. നാശം. അല്ലെങ്കിലും 5 സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരോട് പുച്ഛമായിരിക്കും. അത് പെണ്ണൂടെ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവളവളുടെ പാട്ടിന് പോട്ടെ. എന്റെ കഴിഞ്ഞ് എന്താണ് ഒറ്റക്കൊരു സംസാരം? നൈരാശ്യമൂത്ത് പ്രാന്തായ? അയ്യോ, എന്റെ സഖാവ് ചെകുവര എന്ത് പുല്ല് പണിയാണ് താനീ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ട് ഇതെടുത്തോ? ഇത് ആർക്കും വേണ്ട. അവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് തുടച്ചു. പാർട്ടിയുടെ കൊടികീറിയതിനെ തുല്യ പത്രരംഗത്തെ പ്രതിപാദനായ രാജേന്ദ്രൻ വഴയിലോടാ നിന്റെ കളി. നിന്നെ ഞാൻ എഴുതിക്കൊള്ളൂടാ. സംസ്കാര ശൂന്യം. കാമുകന്റെ കാമകേളികൾ. അപ്പൂപ്പന്റെ കാമകളി. അയ്യോ, തൊട്ടി കിണറ്റിലും പോയി. ഈ കാളമാടന്റെ കാര്യം. അയ്യോ, കെട്ടിച്ചളമോള്. എടാ മോനെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചാടാൻ പോവല്ല. ഞാൻ വിചാരിച്ചു വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കാവുന്നു. തൊട്ട് നമുക്ക് പിന്നെ എടുക്കാം. നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തേ വാന്ന്? ഇതിനായിരുന്നു രാവിലെ ഇതൊരെണ്ണം അടിച്ചിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ. എന്റെ വാറ്റിന്റെ മഹത്വം നീയൊന്നും അറിയണമല്ലോ. ഇതൊരെണ്ണം അടിച്ചാ
നിന്റെ എല്ലാ വേദനയും പമ്പ കിടക്കും. പിന്നെ പെണ്ണില്ലേലെന്താ, പൈപ്പിൽ വെള്ളമില്ലേലെന്താ, ഒരു പ്രശ്നമില്ല. പിന്നെ മലശോധനക്ക് നല്ലതാ. അടിയടാ പോടോ, എനിക്കൊന്നും വേണ്ട. എന്ത് ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ടെന്ന്? കഴിക്കടാ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കുണ്ടോ ഹൃദയവേദന, എന്റെ പ്രേമവല്ലി. അയ്യോ വേണ്ട വാഴയിലെ, പ്രേമവല്ലിയെ പറ്റി ഇപ്പൊ പറയല്ലേ. പറയണ്ടെങ്കിൽ പറയണ്ട. മോനെ 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റിൽ കാരൽ മാക്സ് വേണം. കാരൽ മാക്സേ. ജോലിയും കൂലിയില്ലാത്ത നീ എന്ത് ചെയ്യാൻ? എടി 20,000-ഓ 30,000-ഓ ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ബൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ കിട്ടില്ല. എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ? ഞാനൊരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഏത് മഞ്ഞപത്രത്തിന്റെയാ? പോടി, രാഷ്ട്രബോധമില്ലാത്ത മരക്കഴുതേ, കുതിരെ, കൊരങ്ങേ, ഞാൻ പോണു. ബൂർഷ്വാസി എന്നോടാ കളി, ധിക്കാരി. മഞ്ഞപത്രമൊന്നും ഒരാവശ്യം വന്ന് സ്റ്റാർട്ട് ആവൂല. നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയനെ. ഓ പിന്നെ കൈ എടുക്കടി. ചൂടാവല്ലേ മാഷെ, എന്റെ കോമറേഡിന് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നോക്കിയേ. ചെകുവരെ, ഇതെവിടെ കിട്ടി? അതൊക്കെ കിട്ടി. കൊള്ളാം, താങ്ക്സ്. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. ആ, നാളെ രാവിലെ 10 മണി ഞാൻ ഹോസ്റ്റലിലെടുത്ത് വരാം. അയ്യോ വേണ്ട അലക്സ്, എനിക്ക് പേടിയാ. ഇനി എന്ത് പേടിക്കാൻ? നീ സ്നേഹയുടെ വീട്ടിൽ കമ്പൈൻസ് എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടുന്നു. നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം 6 തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. എന്നാലും നമ്മൾ എങ്ങനെ പോണേ? എന്റെ ഈ ഫ്ലൈറ്റിൽ. ഇതിലോ? ഈശകടത്തെ വീട് വരെ പോയാൽ തിരിച്ചങ്ങോട്ട് ആംബുലൻസിൽ വരേണ്ടി വരും. എന്റെ അലക്സേ, തനിക്ക് ഈ തല്ലിപ്പൊളി വണ്ടി ഇതുവരെ കളയാറില്ലേ? തല്ലിപ്പൊളി വണ്ടിയാ? എടി, വിപ്ലവകാരിയായ എന്റെ അച്ഛന്റെ വീരശൂര പരാക്രമങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ്. നിനക്കറിയാമോ, ഇതിനിപ്പോ 32 വയസ്സുണ്ട്. അപ്പൊ പുരാവസ്തു അല്ലേ? ആക്രക്കാർക്ക് കൊടുത്ത പോക്കറ്റിൽ 5 കാശ് വീഴും. ഓ, കാശ് കാശ് കാശ്, ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ. അല്ലെങ്കിലും സപ്രമഞ്ച കട്ടിലിൽ ജനിച്ചോണ്ട് നിനക്കൊക്കെ ബെൻസുകാരന്റെ സുഖം മാത്രമേ പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവമേ, തുടങ്ങി പുരാണം. എടി, രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ഒരു ലെക്സസ് മുതലാളിത്തത്തിന്റെ മുഖമുദ്ര. അങ്ങനെ അവനിപ്പോ കയറി പോണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്നറിയട്ടെ. കേറിപ്പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ കേറിപ്പോടാ. കേറ്റി വിടാന് അതാരാണെന്ന് അറിയാമോ? അവനാണ് ബൂർഷ ശങ്കരൻ. പാവപ്പെട്ട ചെത്തുതൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റിയിട്ട് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് കോടീശ്വരനായി തെണ്ടി. ധൈര്യം ഉണ്ടെങ്കിൽ കേറിപ്പോടാ. എന്താ കേറിപ്പോണ്ടേ? ഇപ്പൊ തീരും വിപ്ലവം. അയ്യേ, ആകെ നാണക്കേടായി. നീ ഒന്ന് പോടി. എന്താടോ തനിക്ക് ചെവി കേട്ടൂടെ? ഓടാ പറ്റി. എടോ, താൻ ആ കുളത്തെങ്കിൽ അലക്സ് അല്ലേ? ഏതാടോ ഈ പെങ്കൊച്ച്? ആ, നടക്കട്ടെ നടക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പോ. വണ്ടി എടുക്കണോ? ജീവനെ ഇന്ന് ഞാൻ എറിയടാ. എടാ എറിയാൻ. നീ ഉള്ളോണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ ഞാൻ അവനെ വൃത്തികെട്ട ബൂർഷ ഇവനൊക്കെ ഇപ്പറ് കയറ്റിക്കൊള്ളണം. എങ്ങനെയുണ്ട് മോളെ എന്റെ വിപ്ലവ ഗ്രാമ ഭംഗി? നീ പിടിച്ചിരുന്നു. വണ്ടി ഒരു പാലം കയറാൻ പോവാ. രക്ഷപ്പെട്ട ജോർജ് ബുഷ്, പ്രസിഡന്റ് ബുഷ്, അമേരിക്കൻ മുതലാളിത്തം തോയട്ടെ. അയ്യോ, ജോസഫ് ഏട്ടൻ, നീ അങ്ങോട്ട് വിളിച്ചേ. എന്തിന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അവര് നിന്നെ കണ്ട ശരിയാവൂല. മോളെ അവിടെ വിളിച്ചേ. കാര്യം ഞാൻ പറയാം മോളെ. പ്രസിഡന്റ് ജോർജ് ബുഷ്. എന്താ അലക്സ്? ലാൽ സലാം സഖാവേ. ലാൽ സലാം സഖാവേ, ഇതെന്താ പ്രതിഷേധ ജാഥയാണോ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസം നടത്തിയാണ്. ഞാനൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കൊന്നാണ് അവന്മാർ വിചാരിച്ചത്. പിന്നെ ചൈനയുമായിട്ട് ആയിക്കോട്ടെ, ഇത് സമ്മതിക്കൂല. ഇതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോ എന്ത് പറയുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഖാവേ സമയം? എല്ലാം ഈ ജോസഫ് തന്നെ ചെയ്യണ്ടേ? താൻ കൂടുന്നു ബുഷിന് കണ്ട് തെറി വിളിക്കാം. പിന്നെ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ സഖാവ് ഒരു കാര്യം ഇപ്പൊ വെക്കോ, ഞാൻ വീട്ടിൽ പോയിട്ട് അതുവഴി ഒരു അരിപ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. തന്റെ പെങ്ങടെ കല്യാണക്കാരി ഞാനതങ്ങ് വിട്ടുപോയി. ആ കോട്ടയം പാർട്ടി ശരിയാവുന്ന തോന്നണ ആണോ? ആ, പക്ഷെ സ്ത്രീധന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നുന്നില്ല.
എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല. പക്ഷെ ജോസഫേട്ടാ, ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ. താൻ വിഷമിക്കണ്ടോ, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണം. എല്ലാം ശരിയാണ്. അപ്പൊ ഞാൻ വരട്ടെ. ലാൽ സർ. പ്രസിഡന്റ് ബുഷ്. ആശ്വാസം. നമുക്ക് പോവാം. ഞാനെങ്ങും വരുന്നില്ല, തന്നെ അങ്ങ് പോയാൽ മതി. ചതിച്ചാ സോറിടാ. ഒരു സോറി ഇല്ല. എന്നെ ഇങ്ങനെ നാണം കെടുത്താനാണ് നാട്ടിൽ കൊണ്ടുവന്ന്. ഞാൻ പോവാ. അയ്യോ എന്തു മോളെ, എന്റെ അവസ്ഥ ഇതായി പോയി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, ഇങ്ങനെ ചില പാർട്ടി പ്രവർത്തകരെ പേടിച്ചേ പറ്റൂ. കാരണം പാർട്ടിക്കകത്തുള്ള എന്റെ ഇമേജ് അതാ. കുടുംബത്തൊന്നും ഒരു പ്രശ്നമില്ല. വാ കേറ് പ്ലീസ് പ്ലീസ്. ദേ ഞാൻ 100 ഏത്തിടാം. 1 2 ഒരു ചെഗുവേര. ഇനി ഇത് എപ്പോ സ്റ്റാർട്ട് ആവും? ഇപ്പൊ സ്റ്റാർട്ട് ആവും. Come on. ഓ, start ആയി. ആ വണ്ടർഫുൾ. ആ പിന്നെ കല്യാണം നമുക്ക് പാർട്ടി ഓഫീസിൽ വെച്ച് നടത്താം. അതൊന്നും വേണ്ട, അമ്പലത്തിൽ വെച്ച് മതി. അമ്പലവും പള്ളിയൊന്നും വേണ്ടെന്നേ. വിശ്വാസികളും പാർട്ടിയായിട്ട് ഇപ്പൊ അത്ര നല്ല ബന്ധത്തിലല്ല. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. മനസ്സിൽ വെച്ചോണ്ടിരുന്ന കാര്യം നടക്കും. അയ്യടാ. അയ്യോ, അതെന്റെ അച്ഛന്റെ കാറ് പോലെ തോന്നി. തൃശ്ശൂർ അടക്കുന്ന നിന്റെ അച്ഛൻ എങ്ങനെ ഇവിടെ വരാൻ? നിനക്ക് തോന്നിയതായിരിക്കും. ഞാൻ കണ്ടു. എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കിയേക്ക്. പേടിക്കാതെ, ഞാൻ നിന്നെ സ്ഥിര സ്ഥലത്തിറക്കാം. ദാ എത്താറായി. അയ്യോ, ദേ എന്റെ അച്ഛനും കൊച്ചനും. അയ്യോ എവിടെ? എത്രയായി? നീ പിടിച്ചിരുന്നു, എന്നിട്ട് മുഖം മറച്ചു വെച്ചു. ഞാൻ സ്പീഡിൽ ഓടിച്ച് അപ്പുറത്ത് നിർത്താം. അയ്യോ, ഒന്ന് വേഗം പോ. ആ വേഗം പോവാം, നീ പേടിപ്പിക്കാതെ. ദൈവം, ഇനി ഇത് ഇവിടെ നിന്ന് പോവോ? ഇല്ലില്ല, നാശം പിടിച്ചൊരു വണ്ടി. നീ ഒന്നും മിണ്ടായിരുന്നേ. അയ്യോ അയ്യോ, നാശം സ്റ്റാർട്ട് ആവണില്ലല്ലേ. അയ്യോ നോക്കി നോക്കി നോക്കി. അച്ഛൻ കണ്ടെന്നാ തോന്നുന്നേ. ഏയ് മുഖം പറ, ഞാൻ തള്ളി മാറ്റാം. സത്യം പറടാ, അന്നവളുടെ അച്ഛന്റെ കൈ കൊണ്ട് തല്ലു വാങ്ങിച്ചോണ്ടല്ലേ ഇന്ന് അവളെ വേണ്ടാന്ന് പറയുന്നത്? എന്തേ? രക്തത്തിളപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരെ തൊടാൻ അവളുടെ അച്ഛൻ 100 ജന്മം ജനിക്കണം. പണ്ടറക്കാലൻ നോളെ പറഞ്ഞ് കുടിക്കണ ചായം കളഞ്ഞ്. കേറ്റ് എടോ വാഴയില്ലേ, ഓ അവക്ക് അവളുടെ കാര്യം അവളുടെ വീട്ടുകാരുടെ കാര്യമാ വലുത്. എന്റെ വിഷമങ്ങളെ പറ്റി ചിന്തിക്കണ്ടല്ലോ. ആ ഞാൻ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ ശിക്ഷയായത്. നീ വിഷമിക്കാതെ, ഈ കടിയിന്ന് ഒരെണ്ണടുത്ത് കടി. എന്താ ഇത്? കടിച്ചാ പൊട്ടാത്ത എള്ളുണ്ടാ. ഇതിന്ന് 2 കടിച്ചു കഴിയുമ്പോ നിനക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ കടിക്കാം. കല്യാണ ആലോചന വന്നപ്പോ അവളെന്നോട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ അവളെ അടിച്ചോണ്ട് എന്റെ വീട്ടിലേക്ക് പോകണമെന്ന്. ഇവിടെ 20 വയസ്സ് കഴിഞ്ഞ 2 പെങ്ങന്മാരുണ്ട് എനിക്ക്. അവരുടെ കല്യാണം കഴിയാതെ ഞാൻ എങ്ങനെ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും? എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാത്. എന്തുവാണോ? നീ നിന്റെ അമ്മക്ക് വാക്ക് കൊടുത്താ അവൾ അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. തനിക്കറിയോ അവിടെ ഭാവി വരൻ ഹരീന്ദ്രവർമ്മയെ, കേരളത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമ? 100 കണക്കിന് കോടികളല്ലേ, 100 കണക്കിന് കോടികൾ. അതെ, നമുക്ക് ആ ഹരീന്ദ്രവർമ്മയെ ചെന്ന് കണ്ട് നിന്റെ പ്രണയലീലകളുടെ കെട്ടഴിച്ചാലോ? എന്റെ പട്ടി പോ അവന്റെ കാല് പിടിക്കാൻ. എന്നെ വേണ്ട തുരത്തിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിക്കാം. എങ്കിൽ നമുക്ക് വേറെ വഴി ആലോചിച്ചാലോ? ആ വ്യവസായ പ്രമുഖനെ നമുക്ക് എഴുതി കൊന്നാലോ? വഴയില്ല, എനിക്ക് വേണ്ടി അത് ചെയ്യൂ. നിനക്ക് വേണ്ടി ഈ വാഴയില്ല, അതിനും അപ്പുറവും ചെയ്യും. എന്താ പോരെ? മതി. നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. ഹരീന്ദ്രവർമ്മയുടെ ലീലാവിലാസങ്ങൾ നമ്മൾ കവർ സ്റ്റോറിയാക്കുന്നു. ഇതെങ്ങനെയുണ്ട് ചേക്കി? വേണ്ട, അതിങ്ങെടുത്തേ. ഇത് കൊള്ളാം, ഇത് പിച്ചക്കാരനെ പോലെ ഉണ്ട്. കൊതുകിരിക്കുന്നു. അതും കൊള്ളാം. പെണ്ണ് ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഉപഭോഗ വസ്തു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ പെണ്ണ് സുഖമുള്ള ഒരു ഏർപ്പാടാ. പെണ്ണ് മനസ്സ് വെച്ചാൽ നടക്കാത്തത് എന്താ? എന്നാൽ പണം പോലെയല്ല പെണ്ണ്. അവൾ ഇടഞ്ഞാൽ തിരിഞ്ഞു കൊത്തും. പക്ഷെ ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ പൂജ വിഷമില്ലാത്ത വെറുമൊരു റബ്ബർ പാമ്പാ. ജികെയുടെ കുറെ കാശിയും പൊടിച്ചില്ലേ? നിനക്ക് വേണ്ടി എത്ര കാശ് പൊടിക്കാനും ഞാൻ ഒരുക്കാടി.